മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ മറക്കുകില്ല ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ നിന്നെ മറക്കുകില്ല ദൈവം മറക്കുകില്ല ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ നിന്നെ മറക്കുകില്ല മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ തന്നാത്മാവു നയിക്കും ഭക്തന്മാരെ ഉള്ളം കയ്യിൽ ദൈവം വരച്ചിടും തന്നാത്മാവു നയിക്കും ഭക്തന്മാരെ ഉള്ളം കയ്യിൽ ദൈവം വരച്ചിടും ഓർത്തിടും ദൈവം ഓർത്തിടും തൻ ഭക്തന്മാരിൻ നിലവിളി ഓർത്തിടും ഓർത്തിടും ദൈവം ഓർത്തിടും തൻ ഭക്തന്മാരിൻ നിലവിളി ഓർത്തിടും മറക്കുകില്ല ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ നിന്നെ മറക്കുകില്ല ദൈവം മറക്കുകില്ല ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ നിന്നെ മറക്കുകില്ല മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ
മറക്കുകയില്ല. മറക്കുമോ ദൈവം മറക്കുമോ? തൻ വിളി കേട്ടിറങ്ങിയോരേ. മറക്കുമോ ദൈവം മറക്കുമോ? തൻ വിളി കേട്ടിറങ്ങിയോരേ. മറക്കുകയില്ല, ഒരിക്കലും മറക്കുകയില്ല. ദൈവ പൈതലേ നിന്നെ മറക്കുകയില്ല. ദൈവം മറക്കുകയില്ല, ഒരിക്കലും മറക്കുകയില്ല. ദൈവ പൈതലേ നിന്നെ മറക്കുകയില്ല. മറക്കുമോ ദൈവം മറക്കുമോ? തൻ വിളി കേട്ടിറങ്ങിയോരേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേതേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന് മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായി ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബേതേലിലേക്ക് പോക. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ ഒരനുഭവമാണ്. സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് ഇടപെടുകയാണ്. ആ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, ഈ ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 25-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ, അവസാനത്തെ അധ്യായം വരെയും ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോവും യാക്കോബിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സിംഹഭാഗവും ഏതാണ്ട് 25 അധ്യായങ്ങൾ ഈ ഒരു വിഷയത്തെ, ഈ ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ യാക്കോബിൻ്റെ ജനനം, യാക്കോബ് പലായനം ചെയ്ത് പോകുന്നത്, തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ കഴിക്കുന്നതും പിന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതും, യാക്കോബിൻ്റെ മകനായി യോസഫിനെ കുറിച്ച് നാം വായിക്കുന്നതും, യോസഫിൻ്റെ മറ്റുള്ള സഹോദരന്മാർ ദ്വേഷിക്കുന്നതും, അവനെ വിറ്റുകളയുന്നതും, പിന്നെ മിസ്രയീമിലെ പ്രധാനമന്ത്രിയാകുന്നതും, ഇതെല്ലാം ഈ ചരിത്രം മുഴുവൻ വേദപുസ്തകത്തിൽ 25 അധ്യായങ്ങളിലൂടെ. പിന്നെ അതിൻ്റെ അവസാനം യാക്കോബിൻ്റെ മരണം, യോസഫിൻ്റെ മരണം, അതൊക്കെ 50-ാം അധ്യായത്തിൽ, യോസഫിൻ്റെ മരണം 50-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ദൈവമക്കളെ? ഇതെല്ലാം നമ്മൾ സൂക്ഷ്മതയോടെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഈ വേദപുസ്തക വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൽ കൂടിയെല്ലാം നമ്മെ ശുദ്ധീകരിക്കുവാൻ, ഇതിൽ കൂടിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ അത്യധ്വാനം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വേറെ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഈ യാക്കോബിൻ്റെ ജീവിതം തുടങ്ങുന്നു. യാക്കോബിൻ്റെ ജീവിതം ഈ 25-ാം അധ്യായത്തിൽ തുടങ്ങുന്നുണ്ട്. യാക്കോബിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നത് അവൻ സാധുശീലനും കൂടാരവാസിയുമായിരുന്നു എന്നാണ്. അവിടെ ഈ യാക്കോബ് ജീവിതത്തിൽ ഏറെ ആ സ്വന്തം ഭവനത്തിൽ ജീവിച്ചു. എന്നാൽ ആ ചെറുപ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്ന് പലായനം ചെയ്ത് ഓടിപ്പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇതെല്ലാം ബാക്കിയുള്ള അധ്യായങ്ങളിലെല്ലാം നാം കാണുന്നുണ്ട്. ഇവിടെ നാം വായിക്കുമ്പോൾ ഇവിടെ സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് ഇടപെടുകയാണ്. യാക്കോബേ, നീ ഇങ്ങനെ പോയാൽ പോരാ. നിനക്ക് സമ്പത്ത് കിട്ടി,
സമ്പാദ്യങ്ങളെല്ലാം കിട്ടി, നീ ബഹുസമ്പന്നനായി തീർന്നു. ഭൗതികമായിട്ട് നിനക്കേറെ സമ്പത്ത് കിട്ടി, ഏറെ നീ ധനവാനായി തീർന്നു. എന്നാൽ നിന്നെ ഈ ഭൂമിയിലേക്ക് ഉരുവാക്കി വിട്ടത് ഇതിനു വേണ്ടിയല്ല. ഈ ഭൗതികമായ സമ്പത്ത് നേടാനോ ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. ദൈവമക്കളെ, അവനോട് സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാണ്, വീണ്ടും വീണ്ടും ഇടപെടുകയാണ്. ദൈവം അവൻ ജനിച്ചു വീണപ്പോൾ അവനിൽ കൂടി ആഗ്രഹിച്ച ചില ധന്യതകളും അനുഗ്രഹങ്ങളും ഈ ഒരു വാഗ്ദത്തം പോലെ ശേഷിക്കുന്നതല്ലാതെ അവനിലേക്ക് പകരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുന്നില്ല. ഈ രീതിയിൽ നീ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. നിന്നെ എനിക്ക് അനുഗ്രഹിക്കണമെന്നുണ്ട്, നിന്നെ എനിക്ക് പുതുക്കണമെന്നുണ്ട്. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയോട് ഇടപെടുന്നു. അത് നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഇത് ചേർത്ത് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവത്തിന് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. നാം ഇന്ന് മുഖം വാടി തല താഴ്ത്തി ഈ വചനം കേട്ടിട്ടും ഹൃദയത്തിൽ ഒരു തകർച്ചയില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ഓരോരുത്തരും സ്വർഗത്തിലെ ദൈവം നമ്മളിലേക്ക് അനുഗ്രഹം വർഷിക്കുവാനായിട്ട് ആ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം നമ്മിൽ അത്യധ്വാനം ചെയ്യുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്നും നാം ദൈവവചനം കേൾക്കുന്നത് ദൈവമക്കളെ. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ നാം ഇത് കേട്ട് ഇങ്ങനെ വിട്ടുകളയാനുള്ളതല്ല. നാം ഓരോരുത്തരും വചനത്തിൻ്റെ മുമ്പിൽ ഏകാഗ്രതയോടെ ഇരിക്കണം. നിസ്സംഗതരായിട്ട് നിഷ്ക്രിയരായിട്ടിരിക്കരുത്. ഈ വചനം എന്നോടാണ് കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാക്കോബിനോട് അരുളി ചെയ്ത ജീവനുള്ള ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്, എന്നെ തേടി വന്നിരിക്കുകയാണ്. എൻ്റെ അടുക്കലൂടെ തലങ്ങും വിലങ്ങും എൻ്റെ യേശു നടക്കുകയാണ്. എൻ്റെ യേശു ആഗ്രഹത്തോടെയാണ് ഇന്ന് എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ദൈവമക്കളെ, നാം ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നാം ആരും പിന്മാറ്റത്തിലേക്ക് പോകേണ്ടതില്ല. ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങൾ എന്തുമാകട്ടെ, എന്നാലും സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, ഇവിടെ യാക്കോബിനെ ദൈവം സ്നേഹിക്കുകയാണ്. യാക്കോബിൻ്റെ ജീവിതം മുഴുവൻ പരാജയമാണ്. പഴയകാല ജീവിതങ്ങൾ മുഴുവൻ പരാജയമാണ്. ഇപ്പോൾ യാക്കോബിൻ്റെ അവസ്ഥ എന്താണ്? ദൈവമക്കളെ, ഇപ്പോൾ യാക്കോബിൻ്റെ അവസ്ഥ എന്താണ്? ആ അധ്യായം തുടങ്ങുമ്പോൾ, അധ്യായത്തിലെ 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അനന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരധ്യായം അനന്തരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, ഒരു ഖണ്ഡിക അനന്തരം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അതിനു മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അനന്തരം യാക്കോബ് എന്ന് പറയുമ്പോൾ ആ യാക്കോബിൻ്റെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചെറുപ്രായത്തിലേക്ക് കുടുംബത്തിൽ നിന്ന് ഓടിപ്പോന്ന യാക്കോബ് അമ്മായപ്പനും അമ്മാവനുമായ ലാബാന്റെ വീട്ടിൽ ജീവിച്ചു. ഇത് ഏകദേശം 20 വർഷത്തോളം ജീവിച്ചു. ഈ കണ്ട കാലയളവിൽ ആ യാക്കോബിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചു, പലതും സംഭവിച്ചു. പുറത്തു പറയാൻ പറ്റാത്ത ജീവിതത്തിൽ ആ കുടുംബത്തേക്ക് അനേകം കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അതിൻ്റെ നടുവിലാണ് ദൈവമക്കളെ യാക്കോബിനോട് സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നത്. യാക്കോബിൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്? യാക്കോബിൻ്റെ ജീവിതം അസ്വസ്ഥമാണ്. അവൻ ബഹുസമ്പന്നനായിരുന്നു. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം. അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ഇതാ, ബഹുസമ്പന്നനായിരുന്നു അവൻ. വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ദൈവമക്കളെ, ഇത് ഇത്രമാത്രം സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും, ഭൗതികമായ സമ്പത്ത് ഉണ്ടെങ്കിലും ജീവിതത്തിൽ അസ്വസ്ഥത. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുഴുവൻ അസ്വസ്ഥതയാണ്. നാം ഈ വേദഭാഗങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നാം ദൈവസന്നിധിയിൽ ഇരുന്ന് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടും സംസാരിക്കാൻ തുടങ്ങും. ദൈവമക്കളെ, അസ്വസ്ഥമായ ജീവിതം, അസമാധാനത്തിൽ കഴിയുന്ന ഒരു ജീവിതം. അപ്പൻ്റെ വീട്ടിൽ സമാധാനമില്ല. അതുകൊണ്ടാണ് മാതാവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടും.
നിന്റെ സഹോദരൻ ഘാതകനായി മാറാൻ സാധ്യതയുണ്ട്. അവൻ വെറുതെ ഇരിക്കുന്നവനല്ല. അത് അറിഞ്ഞ മാതാവ് തൻ്റെ അമ്മ പറഞ്ഞു വിടുകയാണ്. അവൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ലാബാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. സ്വന്തം വീട്ടിൽ സമാധാനമില്ല, അമ്മായപ്പൻ്റെ വീട്ടിലും സമാധാനമില്ല, അവിടെയും സമാധാനമില്ല. അവിടെയെല്ലാം അസ്വസ്ഥമായ ജീവിതം. അത് യാക്കോബ് തന്നെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 31 അധ്യായത്തില് 37 വാക്യം മുതൽ നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ 42 വാക്യം വരെ ഇതാ യാക്കോബ് പറയുകയാണ്, ഈ 20 വർഷം കൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ലാബാൻ ചതിച്ചതും ലാബാനിൽ നിന്ന് നേരിട്ട വിഷയങ്ങളെല്ലാം പറയുകയാണ്. തൻ്റെ അമ്മ വിചാരിച്ചു, ഈ സാഹചര്യം ഒന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ മകന് ഒരു സമാധാനം ലഭിക്കും, അവൻ്റെ അസ്വസ്ഥത മാറും. ഇന്നും പലരും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. സാഹചര്യം ഒന്ന് മാറട്ടെ, ഈ സാഹചര്യത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇങ്ങനെയുള്ള ഒരു ഭവനത്തിൽ ഞാൻ വന്നു പെട്ടല്ലോ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ഞാൻ വന്നു പോയല്ലോ, ഇങ്ങനെയുള്ള ഓഫീസിലേക്കാണല്ലോ ഞാൻ വന്നത്, ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ മകനായിട്ട് ഞാൻ ജനിക്കേണ്ടി വന്നല്ലോ. ദൈവമക്കളെ, ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഒന്നും മാറിയാൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടുകയില്ല. സാഹചര്യമല്ല മാറേണ്ടത്. അല്ലെങ്കിൽ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് മാറുകയോ ഒരു കൂട്ടായ്മയിൽ നിന്ന് മറ്റൊരു കൂട്ടായ്മയിലേക്ക് മാറിയാലും സമാധാനം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് പറഞ്ഞത്, സഭയല്ല മാറേണ്ടത്, സമുദായമല്ല മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്. ദൈവമക്കളെ, വ്യക്തമായൊരു കാഴ്ചപ്പാട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ലഭിച്ചു. ഇതൊന്നും പുറമേയുള്ള മാറ്റമല്ല. പുറമേയുള്ള ഒരു സാഹചര്യം മാറിയാലും ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. ദൈവമക്കളെ, നമ്മുടെ ഹൃദയമാണ് മാറേണ്ടത്. സകല അഴുക്കിൻ്റെയും അധർമ്മത്തിൻ്റെയും ദൈവമക്കളെ ഉത്ഭവസ്ഥാനം നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം മാറുന്നില്ലെങ്കിൽ ഹൃദയം കയ്പും വിഷമവും ഉള്ളതാണെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഈ ഹൃദയം മാറാതെ നാം പുറമേയുള്ള ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ കർമ്മമാർഗങ്ങളിലോ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. നാം നമ്മെ തന്നെ പരിശോധിക്കുക. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അസ്വസ്ഥനാണോ? എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ, എൻ്റെ കർത്താവേ 10 ഭാര്യ ബന്ധത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ കർത്താവേ ഇന്നും എനിക്ക് സന്തോഷമുണ്ടോ? എനിക്കിന്ന് അസന്തുഷ്ടിയാണോ? ദൈവമക്കളെ, ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നാം നമ്മെ തന്നെ പരിശോധിക്കുക. എവിടെയാണ് തിരുത്തേണ്ടത്? കർത്താവേ, ഞാനാണ് തിരുത്തേണ്ടത്. ഞാൻ തിരുത്താൻ കർത്താവേ, ഞാൻ തിരുത്തിക്കൊള്ളാം. എൻ്റെ ജീവിതത്തിലാണ് പാപം വന്നത്, എൻ്റെ ഉള്ളിൽ കൂടിയാണ് ആ കയ്പ് കടന്നു വന്നത്, എൻ്റെ ഉള്ളിൽ കൂടിയാണ് ആ വിദ്വേഷം കടന്നു വന്നത്. അശുദ്ധിയും അഴുക്കും എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവെ സാഹചര്യത്തിനനുസരിച്ച് വരുന്നുണ്ട്. കർത്താവെ, മറ്റുള്ളവർ അറിയുന്നില്ല, മറ്റുള്ളവർ കാണുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞു, ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവൻ്റെ പുറമേയുള്ള സാഹചര്യമല്ല, പുറമേ നിന്ന് വരുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിർഗമിക്കുന്ന പാപമാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ദൈവമക്കളെ, ജീവിതം പരിശോധിക്കുക. ഇതാ യാക്കോബ് അസ്വസ്ഥമാണ്. ഇനി അടുത്തതെന്താണ്? 2-ാമത്തെ കാര്യം, യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ മുമ്പുള്ള അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോൾ യാക്കോബിന് ഇതാ ദൈവം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ സമാധാനത്തിൽ കഴിയുവാൻ സാധിക്കുന്നില്ല, സമാധാനത്തിൽ സഹവസിക്കുവാൻ കഴിയുന്നില്ല. സ്വന്തം സഹോദരനോട്, ദൈവമക്കൾ, ഞാൻ ആദ്യം ചിന്തിച്ചല്ലോ, സ്വന്തം സഹോദരനോട് ഒരുമിച്ച് ഒരു ഭവനത്തിൽ സഹവസിച്ച് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാലോ അമ്മാനപ്പൻ്റെ വീട്ടിൽ ജീവിച്ചപ്പോൾ ഇതാ അളിയന്മാരോടും ഇതാ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. സാഹചര്യങ്ങൾ അവന് അനുകൂലമാകുന്നില്ല. അവൻ്റേതായ സ്വയവും സ്വാർത്ഥതയും അനുസരിച്ച് എങ്ങനെയെങ്കിലും സമ്പന്നതയിൽ മുമ്പോട്ട് പോകണം, എന്തെങ്കിലും ഈ ലോകപ്രകാരം എനിക്ക് സമ്പാദ്യങ്ങൾ നേടണം, സമ്പന്നനാകണമെന്നുള്ള ലക്ഷ്യം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു,
ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചുവെന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. ദൈവമക്കളെ, ഇത് നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇതാ ലാബാന്റെ വീട്ടില് 20 സംവത്സരം ജീവിച്ചെങ്കിലും ദൈവമക്കളെ ഒരു വിശ്വാസിയല്ലേ. പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ നല്ല വിശ്വാസിയാണ്, നല്ല വിശ്വാസത്തിൽ മുമ്പോട്ട് പോകേണ്ട വ്യക്തിയാണ് യാക്കോബ്. യഥാ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ കൊച്ചുമകനാണ്. ജന്മം എങ്ങനെയാണ്? നാളുകളായിട്ട് മച്ചിയായിരുന്ന അമ്മ ഇതാ പ്രാർത്ഥിച്ചുണ്ടായ മകനാണ്. അവർ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുണ്ടായ 2 മക്കളിൽ ഇരട്ട കുട്ടികളിൽ ഇതാ ഇളയവനായിരുന്നു യാക്കോബ്. ദൈവമക്കളെ, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, കുടുംബപരമായി നോക്കിക്കഴിഞ്ഞാൽ നല്ല പാരമ്പര്യം ദൈവമക്കളെ എല്ലാം ഉണ്ട്. പക്ഷേ എന്തു പറ്റി? നിത്യനായ ദൈവം അവൻ്റെ ജീവിതത്തിലില്ല. ഈ 20 സംവത്സരം ആ കുടുംബത്തിൽ ലാബാന്റെ വീട്ടിൽ ജീവിച്ചെങ്കിലും ഈ യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു ദൈവത്തെ അവർ കണ്ടില്ല. അമ്മായപ്പനും കണ്ടില്ല, അളിയന്മാരും കണ്ടില്ല. ദൈവമക്കൾ, ഇതാ ദൈവമില്ലാത്ത ഒരു ജീവിതം, സമർപ്പണമില്ലാത്ത ജീവിതം. യാഗം കഴിക്കുന്നില്ല, യാഗപീഠം കാണുന്നില്ല. ജീവിതത്തിൽ ആരാധന നഷ്ടപ്പെട്ടു പോയി. ദൈവമക്കളെ, പിന്മാറ്റത്തിലേക്ക് പോയി. ഇതാ സമാധാനം നഷ്ടപ്പെട്ടു, അസന്തുഷ്ടി ജീവിതത്തിൽ വന്നു. ഒരേ ഒരു ലക്ഷ്യം മാത്രം, എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കണം, സമ്പന്നനായിട്ട് ജീവിക്കണം, സമൃദ്ധിയോടെ ജീവിക്കണം. ഒരിക്കൽ യാക്കോബ് സാക്ഷ്യം പറയുന്നുണ്ട്, ഞാൻ ഒരു വടിയോടുകൂടിയാണ് കടന്നത്, ഇന്ന് ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, 3-ാമത്തെ കാര്യം എന്താണ്? യാക്കോബിന്റെ ജീവിതത്തിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടു. അത് സ്വന്തം ലാബാന്റെ ഭവനത്തിൽ അല്ല സംഭവം. ഇതാ ലാബാന്റെ ഭവനത്തിൽ നിന്ന്, അതുവരെയും ആ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവത്തിൻ്റെ കൽപ്പന ലഭിച്ചെങ്കിലും ഇതാ സൂക്കോത്തിൽ പോയി അവിടെ വീട് പണിത് താമസിക്കുന്നു, ശേഖേമിൽ പോയി കൂടാരമടിക്കുന്നു. അതെല്ലാം നാം കാണുന്നത് 34-ാം അധ്യായത്തില്. ആ ഭവനത്തിലേക്ക് വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഒരു ഭവനത്തിലോ ഒരു മക്കൾക്കോ സംഭവിക്കാൻ പാടില്ലാത്തത് ഇതാ യാക്കോബിന്റെ മകൾക്ക് സംഭവിച്ചു. അവർക്ക് അപമാനം സംഭവിക്കുകയാണ്, ശേഖേമിൽ വെച്ച് അപമാനിക്കപ്പെടുകയാണ്. ദൈവമക്കളെ, അങ്ങനെ അപമാനിക്കപ്പെടുമ്പോഴും യാക്കോബിന്റെ ചിന്ത എന്താണ്? യാക്കോബ് മക്കളെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 34-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. അപ്പോൾ യാക്കോബ് ശിമിയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരീസരുടെ ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാ പറയുന്നത് കേട്ടോ, ഇതാ നശിക്കും, ഞാൻ നശിക്കാൻ പോകുകയാണ്, ഇതാ വഴിമുട്ടി നിൽക്കുകയാണ്. കാരണം എന്താണ്? നിങ്ങൾ നിമിത്തം, മക്കൾ നിമിത്തമാണ് ഈ അപമാനം സംഭവിച്ചതെന്നാണ് യാക്കോബ് പറയുന്നത്. എന്താ യഥാർത്ഥത്തിൽ ആ യാക്കോബിന് പാപബോധം ലഭിക്കുന്നില്ല. ഞാൻ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു, നീ എൻ്റെ പുതുദേശത്തേക്ക് മടങ്ങിപ്പോകുക, നീ സമർപ്പണം പറഞ്ഞ ആ സ്ഥലത്തെ ദൈവമാണ് ഞാൻ, നീ മടങ്ങിപ്പോക എന്ന് പറഞ്ഞെങ്കിലും അത് അനുസരിക്കാതെ പോയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അപജയം, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റാണ്. ഞാനാണ് ഇതിന് തെറ്റുകാരൻ, ഈ പിതാവാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് അപ്പോൾ പാപബോധം ലഭിക്കുന്നില്ല യാക്കോബിന്. ദൈവമക്കളെ, എല്ലാം വഴിമുട്ടി നിൽക്കുകയാണ്, മുമ്പോട്ടുള്ള വഴി കാണുന്നില്ല. ഇനി എന്താണ് വഴി? ഇതാ ദേശനിവാസികൾ നിമിത്തം ഞാനിതാ എൻ്റെ പേര് നാറ്റിച്ചു പോയല്ലോ. ഞാനിതാ ഇവിടെ വന്നപ്പോൾ ഈ അന്യനാട്ടുകാരുടെ നിമിത്തം ഞാൻ നശിച്ചു പോകേണ്ടി വരുമല്ലോ, ഇവരെന്നെ നശിപ്പിച്ച് കളയുമല്ലോ. വഴിമുട്ടി നിൽക്കുന്ന ഒരു യാക്കോബ്. ദൈവമക്കളെ, ഇന്ന് ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം അങ്ങനെയുള്ള സാഹചര്യത്തിലും അങ്ങനെയുള്ള ഒരു കെടുതി വന്നിട്ടും സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് ഇടപെടുകയാണ്. യാക്കോബിനെ സ്നേഹിക്കുന്ന ദൈവം, യാക്കോബിനെ
കരുതുന്ന ദൈവം. ഹല്ലേലൂയ. യാക്കോബേ, നീ ഇവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല, നീ ഫറവോ രാജാവിനെ അനുഗ്രഹിക്കേണ്ട വ്യക്തിയാണ്. നീ ഒരു ഗോത്ര തലവനായി ഞാൻ നിന്നെ കാണുകയാണ്. വലിയ പദ്ധതി സ്വർഗത്തിലെ ദൈവം ഈ യാക്കോബിൽ കൂടി കാണുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയം എന്ന് ചിന്തിക്കുമ്പോൾ ഇതിവിടെ അവസാനിക്കുന്നില്ല, എനിക്കറിയാം. എന്നാലും ദൈവമക്കളെ, എൻ്റെ മനസ്സിൽ കൂടി വന്ന ഒരാലോചനയുണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം കെടുതികൾ ജീവിതത്തിൽ വന്നെങ്കിലും, ഏതെല്ലാം ദാരുണമായ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. ഈ പ്രായത്തിൽ കർത്താവേ, നീ എനിക്ക് വചനം തരുന്നല്ലോ, നീ എന്നെ നടത്തുന്നല്ലോ, നീ എനിക്ക് ആയുസ് തന്നല്ലോ, നീ എനിക്ക് ആരോഗ്യം തന്നല്ലോ. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. നിരാശപ്പെടണ്ട, പിന്മാറ്റത്തിലേക്ക് പോകണ്ട. ഈ വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും ദൈവമക്കളെ. എന്തുകൊണ്ട്? വചനം ദൈവമാണ്. ഹല്ലേലൂയ. വചനം ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന് നമുക്ക് മുഴുവൻ കീഴടങ്ങിയിരിക്കാം. ഈ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഈ ക്രിസ്തുവിനെ നമുക്ക് മുമ്പിൽ കാണാം. നമ്മെ ഓരോരുത്തരെയും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. ആ സന്നിധിയിൽ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗോത്രത്തലവനായ യാക്കോബിനെ സ്നേഹിച്ച ദൈവമേ, എൻ്റെ യേശുവേ, നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. നീ ഞങ്ങൾക്ക് വേണ്ടി തിരുരക്തം ഒഴുക്കി തന്നല്ലോ. ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണല്ലോ എൻ്റെ കർത്താവേ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത്, ഞങ്ങളെ കഴുകുന്നത്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.